ടീച്ചിങ് ജോബിലോട്ട് കയറുന്നവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നതും നിങ്ങളൊക്കെ ചിന്തിക്കുന്ന പോലെ തന്നെ 2 മാസം വെക്കേഷനാണല്ലോ, ശനിയും ഞായറൊക്കെ നമുക്ക് ലീവാണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നേ. ഇപ്പം ജോലിക്ക് കയറിയപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ 2 മാസം ഫുള്ളായിട്ട് നമുക്ക് വെക്കേഷനാണെന്ന് പറഞ്ഞൊന്നും ഇരിക്കാൻ പറ്റില്ല. ചില ദിവസങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടി വരും. പക്ഷേ നമ്മൾ ടീച്ചേഴ്സിന് ഇടയ്ക്കൊക്കെ ചില ദിവസങ്ങളിൽ പോയാൽ മതി കേട്ടോ. പക്ഷേ HMസിൻ്റെ കാര്യം അങ്ങനെയല്ല, അവർക്ക് മിക്കവാറും ഡേയ്സും സ്കൂളിൽ തന്നെ ഉണ്ടാവണം. എന്ത് കഷ്ടമല്ലേ. ഇന്നിപ്പോൾ കുട്ടികളുടെ മാർക്സൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും പ്രമോഷൻ ലിസ്റ്റൊക്കെ റെഡിയാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. പുറത്തെ വെയിലിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നല്ലോണം ടയേർഡായിട്ട് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പാലക്കാടുകാർക്ക് എത്ര ചൂടായാലും ചായയും കാപ്പിയൊക്കെ ഒരു ചൂടുമില്ലാതെ കുടിക്കാൻ പറ്റുമല്ലേ. പക്ഷേ കൊച്ചിയിലിപ്പോൾ വൈകിട്ടായി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം മഴയൊക്കെ ഉണ്ട് കേട്ടോ. നല്ലപോലെ കാറ്റും വീശുന്നുണ്ടായിരുന്നേ. പണ്ടൊക്കെ ഞാനൊരു മാഗി അഡിക്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് നൂഡിൽസും മാഗിയൊന്നും അത്ര ഇഷ്ടമല്ല. പക്ഷേ പെട്ടെന്ന് പണി തീരുന്നതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഡിന്നർ ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ദേ പറഞ്ഞ പോലെ തന്നെ മഴ എത്തിയിട്ടുണ്ട്. ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നാട്ടിലോട്ട് വിളിക്കും കേട്ടോ. അമ്മേനെയും മേമേനെയൊക്കെ മഴയുടെ സൗണ്ടൊക്കെ കേൾപ്പിച്ചു കൊടുക്കേ. അവരാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ത് ചൂടാ ഇവിടെ, കുറച്ച് മഴ ഇങ്ങോട്ട് പറഞ്ഞു വിടുക എന്നൊക്കെ. ഇവിടെ മഴ ഉണ്ടെങ്കിലും പകലൊക്കെ നല്ലപോലെ ചൂടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടത്തെയും നാട്ടിലെയും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് നാട്ടിലെ ചൂടാട്ടോ കുറവായിട്ട് തോന്നാറ്. കാരണം എൻ്റെ വീടൊക്കെ ഒരു റബ്ബർ കാട്ടിനുള്ളിലാണ്. അപ്പോൾ ഓക്കെ, ബൈ.